വെൽക്കം ടു ഈസി എക്സ്പോർട്സ്. ഞാൻ ഷാജഹാൻ, CEO ഈസി എക്സ്പോർട്സ്. നമ്മുടെ നാട്ടിൽ ഒരുപാട് വനിതാ സംരംഭകരൊന്നും ഇല്ലെങ്കിലും ഈ അടുത്തിടെയായിട്ട് കാണുന്ന ട്രെൻഡ് ഒരുപാട് വനിതകൾ ചെറിയ ചെറിയ ബിസിനസ്സിലേക്കും വലിയ ബിസിനസ്സിലേക്കും എൻ്റർ ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അങ്ങനെ വീട്ടിലിരുന്ന് ഫുഡ് ബിസിനസ്സിലൂടെ എങ്ങനെ പണം സമ്പാദിക്കാം എന്നതിനൊരു തെളിവായിട്ടാണ് ഇന്ന് ഈസി എക്സ്പോർട്സ് നിങ്ങളുടെ മുമ്പിൽ വരുന്നത്. നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് ശ്രീമതി സോഫിയ ഹമീദ്. ശ്രീ സോഫിയ ഹമീദ്, വെൽക്കം ടു ഈസി എക്സ്പോർട്സ്. നിങ്ങൾ സ്നാക്സും മറ്റു ഫുഡ് ബിസിനസ്സൊക്കെ നടത്തി നല്ല രീതിയിൽ പോകുന്നുണ്ട്. എങ്ങനെയാണ് ഒരു വീട്ടമ്മ എന്നുള്ള നിലയിൽ ഈ ഫുഡ് ബിസിനസ്സിലേക്ക് വന്നു ചാടിയത്? ഞാൻ കുറേ നാളായിട്ട് ഇങ്ങനെ മക്കളൊക്കെ ഒരു മോനുള്ളൂ. ഹസ്ബൻഡ് വെച്ച് ഞങ്ങളിവിടെ മോള് ഇവിടെ അഡ്വക്കേറ്റായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. കൊച്ചുമോളുണ്ട്. അങ്ങനെ ഇരിക്കുകയായിരുന്നു. അപ്പോൾ അവർ ഒരുമിച്ച് താമസിക്കാനായിട്ട് സൗദിയിലേക്ക് തന്നെ ഞാൻ തന്നെ പ്രൊമോട്ട് ചെയ്ത് വിടുകയായിരുന്നു, അവിടെ ഇവിടെ നിൽക്കാതെ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞാനിങ്ങനെ ഇരിക്കുമ്പോൾ ഞാൻ ഒറ്റയ്ക്ക് ഇങ്ങനെ ഇരിക്കുകയല്ലേ, വെറുതെ ലേസി ആയി പോകും. അപ്പം ഞാൻ എനിക്ക് ഭക്ഷണം ഉണ്ടാക്കണ ഒരു പാഷനാണ്. അപ്പം ഞാൻ കുറച്ച് അച്ചാറും കുറച്ച് ചമ്മന്തിപ്പൊടി എനിക്ക് അറിയാൻ നേരത്തെ. അപ്പോൾ അതെല്ലാം ഉണ്ടാക്കി റെഡിയാക്കി കൊടുത്തു കഴിഞ്ഞപ്പോൾ അത് സെയിൽ നടക്കണം. അപ്പോൾ എല്ലാവരും വീണ്ടും വീണ്ടും ചോദിക്കും. അപ്പോൾ കുറച്ചും കൂടി ഇൻട്രസ്റ്റ് ആയി. അപ്പോൾ വേഗം ലൈസൻസ് ഒക്കെ എടുത്ത് അതിലേക്ക് ഫുഡിനോട് ഒരു പാഷൻ ഉണ്ട്, അതുകൊണ്ടാണ് അങ്ങനെ ചിന്തിക്കാൻ തുടങ്ങിയത്. അത് കഴിഞ്ഞാണ് ഞാൻ ലൈസൻസും കാര്യങ്ങളൊക്കെ എടുത്ത്. അപ്പൊ ഞാൻ നോക്കിയപ്പോൾ ശരിയാണ്. അപ്പൊ ഇവിടെ എന്റെ ബാക്കിൽ വീട്ടിൽ ചെയ്യുകയാണെങ്കിൽ എനിക്ക് കൂട്ടിന് ആളുമായി, അതൊരു ബോറടി ഉണ്ടാവില്ല, അതൊരു രസമായിട്ട്. ഇപ്പൊ ശരിക്കും നല്ല രീതിയിൽ പോകുന്നുണ്ടെങ്കിലും തുടക്കത്തില് നിങ്ങൾ ബിസിനസ് തുടങ്ങുമ്പോൾ നിങ്ങൾ ഒരുപാട് ചാലഞ്ചസ് ഫേസ് ചെയ്തിട്ടുണ്ടാവും. ഒരുപാട് ചാലഞ്ചസ് ഫേസ് ചെയ്തിട്ടുണ്ട്. ഉണ്ടാക്കിയ സാധനം എങ്ങനെ വിൽക്കുന്ന നടക്കും? സാധനങ്ങൾ ഉണ്ടാക്കാം, നമുക്ക് കട്ട്ലേറ്റ് ഇതൊക്കെ ഉണ്ടാക്കാം, അതെങ്ങനെ വിൽക്കും? അതിന് ഞാനൊരു വഴി കണ്ടെത്തി. ഞാനിത് ലൈസൻസ് എടുത്ത് എൻ്റെ ഒരു വിസിറ്റിംഗ് കാർഡും അടിച്ചു കഴിഞ്ഞിട്ട് നോട്ടീസും അടിച്ചിട്ട് ഞാൻ പെരുമ്പാവൂരുള്ള ബാങ്കുകൾ, ഓഫീസുകൾ എല്ലാം പോയി എനിക്ക് വൈകുന്നേരം ഈവനിങ് സ്നാക്സ് നിങ്ങളുടെ പാർട്ടി അവർക്ക് എപ്പോഴും ഉണ്ടാവുമല്ലോ, അപ്പൊ അത് എനിക്ക് തരണം എന്നുള്ള രീതിയിൽ അവരെയൊക്കെ നേരിട്ട് പോയി. അതായത് നിങ്ങൾ ഓഫീസുകളിലും ഗവൺമെന്റ് ഓഫീസുകൾ, സ്കൂളുകള്, മറ്റേ ഹോസ്പിറ്റൽ, ആയുർവേദ ഹോസ്പിറ്റലിനൊക്കെ എനിക്ക് ഇഷ്ടംപോലെ വെജിറ്റേറിയൻ ഫുഡിന്റെ ഒക്കെ കിട്ടി. അപ്പൊ അത് നോക്കിയപ്പോ എന്തായാലും ഇങ്ങനെ നമ്മൾ ഹോംലി രീതിയിലാണ്, ഒരു ഇതും ചേർക്കൂല എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോ അവർക്കത് വലിയ പ്രിസർവേറ്റീവ് ഒന്നും ചേർക്കാതെ നല്ല ഒരു കൃത്രിമതിയില്ല. ചെയ്ത് പോയി. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഞാനിത് എന്റെ യൂണിറ്റ് കുടുംബശ്രീയിലേക്ക് ആഡ് ചെയ്തത്. എന്താണെന്ന് വെച്ചാല് കുടുംബശ്രീ ആകുമ്പോൾ നമുക്ക് ഒരുപാട് ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്യാൻ നമുക്ക് ഇതിനെ കുറിച്ച് കിട്ടും. അങ്ങനെ നെല്ലാട് എന്ന് പറഞ്ഞൊരു സ്ഥലത്ത് ഒരു നല്ലൊരു ക്ലാസ് അറ്റൻഡ് ചെയ്തത്, റിട്ടയർഡ് ഓഫീസേഴ്സ് ഒക്കെ ഉള്ള ക്ലാസ്, സർട്ടിഫിക്കറ്റും കിട്ടിയിട്ടുണ്ട്. ആ 4 ദിവസത്തെ ട്രെയിനിങ് ഭയങ്കര ടേണിംഗ് പോയിന്റ്. നമുക്ക് ഭയങ്കര ഇതായിട്ട് തോന്നും. ഇതില് നേടാം, നമുക്ക് രക്ഷപ്പെടാം. ഇന്ന ഓരോ കച്ചവടം ചെയ്ത് വിജയിച്ച ഓരോ ആൾക്കാർ ബിസിനസ്സിൽ ഓരോരുത്തരും ഓരോന്ന് ഇറങ്ങിയിട്ട് ശരിക്കും പറഞ്ഞ ഒരു കൊല്ലത്തോളം ശരിക്കും ഒരു ട്രെയിനിങ് പീരീഡ് പോലെ തന്നെ, പക്ഷെ കൈവിടാതെ ഇതിനെങ്ങനെ നിർത്തരുത്. അപ്പൊ ഈ ഓഫീസുകളിൽ നിങ്ങൾ കൊടുക്കുമ്പോഴൊക്കെ അവരുടെ നല്ല ഫീഡ്ബാക്ക്, മൗത്ത് പബ്ലിസിറ്റി ഉണ്ടാവും ചിലപ്പോൾ. അവര് നല്ലതാണ്. അപ്പൊ അവര് പറഞ്ഞിട്ട് വേറൊരു കടയിൽ ഒരു കടക്കാർ കൊണ്ടുപോയി എവിടെ എടുക്കണമെന്ന് ചോദിക്കുമ്പോ അപ്പൊ അവിടെ അങ്ങനെ കിട്ടി. പിന്നീട് കടകളിലേക്ക് സപ്ലൈ ചെയ്യാൻ തുടങ്ങി. പെരുമ്പാവൂർ സഫയർ അവര് ഉണ്ണിയപ്പം ഉണ്ടാക്കി തരും, ഉന്നക്കായ ഉണ്ടാക്കി തരും, അങ്ങനെയൊക്കെ ചോദിച്ചു കഴിഞ്ഞപ്പോ. അപ്പൊ ഈ നിമ്മീസ് കിച്ചണിലെ ഫുഡ് ഐറ്റംസ് കുറെ ഉണ്ടാക്കുന്നുണ്ടല്ലോ, എന്തൊക്കെ ഐറ്റംസ് ഇവിടെ നിങ്ങൾ ഉണ്ടാക്കുന്നത്? സ്നാക്സ് എല്ലാം ഉണ്ടാക്കുന്നുണ്ട്. സ്നാക്സ് കട്ട്ലേറ്റ്, ചിക്കൻ കട്ട്ലേറ്റ്, ചിക്കൻ റോള്, ഉണ്ണിയപ്പം, പഴംപൊരി, ഉഴുന്നുവട, ബാങ്കിലേക്ക് പറയണേ ഒരു ഈ ഐറ്റം എല്ലായിരിക്കും അടുത്ത തവണ. അപ്പൊ അങ്ങനെ ഐറ്റം എല്ലാ ഐറ്റവും ഉണ്ട്. വെറൈറ്റി ഒക്കെ ഐറ്റങ്ങളുടെ എണ്ണം കൂടും. എന്ത് ഉണ്ടാക്കിയാലും പുതിയ വെറൈറ്റി ഉണ്ടാക്കി അത് പോവുകയും ചെയ്യും. എല്ലാത്തിന്റെ ഫീഡ്ബാക്ക് ഉണ്ട്. ഇതിന്റെ മെറ്റീരിയൽസും ഇതിന്റെ പാക്ക് മെറ്റീരിയൽസും ഒക്കെ വാങ്ങുന്നത് എങ്ങനെയാണ്? ആദ്യം ശരിയാണ്, ഞാൻ തന്നെ പോയി ഓരോ കടകളിൽ കൂടുതൽ വേണോട്ടോ, വില കുറച്ച് തരണോട്ടോ അങ്ങനെയൊക്കെ ചോദിക്കേണ്ടി വന്നു. പക്ഷെ ഇപ്പൊ അവര് ഹോൾസെയിൽ റേറ്റിന് നമ്മളിവിടെ ഇരുന്ന എല്ലാ ഇതെത്തിയത് ഇപ്പോഴാണ്.
എത്ര പേരുണ്ട് ഇപ്പൊ പണിക്ക് കൂടെ അവിടെ? എനിക്ക് ശരിക്കും ഡെയിലി വന്ന ഒരു 3 പേരുണ്ട് സപ്ലൈ ചെയ്യാനുള്ള പയ്യനൊക്കെ. അതായത് നിങ്ങൾ ഉണ്ടാക്കുന്ന സാധനങ്ങൾ സമയാസമയങ്ങളിൽ സപ്ലൈ സൈക്കിളിൽ പോയി അദ്ദേഹം എല്ലാ കടകളിലും കൊടുത്ത് തിരിച്ചു വരും. അതുപോലെ തന്നെ വൈകിട്ടും. അപ്പൊ അങ്ങനെ സെറ്റപ്പിലേക്ക് വന്നു. അങ്ങനെ സെറ്റപ്പിലേക്ക് അതല്ല, ഇനി അതിലും സെറ്റപ്പിലേക്ക് വരണം. ഒരു വാഹനമൊക്കെ മാറി വരണം എന്നുള്ളതാണ് ശരിക്കും. അല്ല അപ്പൊ ശരിക്കും ഞാൻ ചോദിക്കട്ടെ, ഇപ്പൊ ഈ സ്നാക്സ് ഐറ്റംസും അല്ലെങ്കിൽ മറ്റു ഈ നമ്മൾ കണ്ട മറ്റ് സാധനങ്ങളൊക്കെ ഉണ്ടല്ലോ, അച്ചപ്പം അല്ലെങ്കിൽ കൊള്ളപ്പം, സ്നാക്സ്, പിന്നെ ഇതല്ലാതെ നിങ്ങൾ മറ്റു ബിരിയാണി അല്ലെങ്കിൽ ഫ്രൈഡ് റൈസ് അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കുന്നുണ്ട്? അതും ഈ ബാങ്കിലൊക്കെ മീറ്റിംഗിലാണ് ആദ്യം തുടങ്ങിയത്. അവര് 25 ബിരിയാണി തരാമോ, ഞങ്ങൾക്ക് സെൻഡ് ഓഫ് ഒക്കെ ഉണ്ടാവുമല്ലോ. അപ്പൊ അങ്ങനെ തുടങ്ങി. അതിപ്പോ 150 പേർക്ക് വരെ. നിങ്ങളുടെ ഇവിടെ ജോലി ചെയ്യുന്ന ആളുകൾ കുറച്ച് വനിതകൾ, പ്രത്യേകിച്ച് വനിതകളാണല്ലോ കൂടുതലേ. എങ്ങനെയാ അവർക്ക് ഇവിടെ ഫീൽ ചെയ്യുന്നത് ഇവിടെ വന്നിട്ട് ജോലി? ഇവിടെ ഭയങ്കര പാട്ട്, രാവിലെ തന്നെ പാട്ടും വെച്ച് നല്ല മേളമാണ് ശരിക്കും പറഞ്ഞാൽ. എന്റെ ബാക്കിലെ കിച്ചണില് നല്ല പാട്ടും വെച്ച്. എന്റെ ഒരു ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാരും ഒറ്റപ്പെട്ട് വെറുതെ കരഞ്ഞിരിക്കണ്ട, മക്കൾക്ക് വിദേശത്ത് പോകാതിരിക്കാൻ പറ്റുമോ, ജോലിക്ക് പോകാതിരിക്കാൻ പറ്റും, ഇതൊന്നും വേണ്ട, ഒറ്റപ്പെടല് വേണ്ട. അപ്പൊ ജോലി സ്ഥലത്തേക്ക് വന്നാലും ഇവിടെ നല്ല എൻജോയ് ചെയ്ത് ഫുഡൊക്കെ ഉണ്ടാക്കി. ശരിക്കും പറഞ്ഞ ഫുഡ് ഇൻഡസ്ട്രിയിലൊക്കെ അങ്ങനെ ഒരു ഹാപ്പി എൻവയോൺമെന്റിൽ ഉണ്ടാക്കുന്ന ഫുഡുകളൊക്കെ ഭയങ്കര ടേസ്റ്റി ആയിരിക്കും. സൈക്കോളജിക്കലി ശരിയാണെന്ന് എനിക്ക് തോന്നുന്നു. അപ്പൊ അങ്ങനെ ഒരു അറ്റ്മോസ്ഫിയർ തന്നെയാണ് നമ്മൾ ക്രിയേറ്റ് ചെയ്തത്. അതാണ് നമുക്ക് എത്ര നാളെ ശരിക്കും ഈ മേഖലയിൽ കടന്നു വന്നത്? 8 വർഷത്തോളം. ഇപ്പോഴും ഇത് നല്ല രീതിയിൽ പോകുന്നുണ്ട് അല്ലേ? അപ്പൊ ഇത് ഈ ഫ്യൂച്ചർ ബിസിനസ് ഇത് എങ്ങനെ കൊണ്ടുപോകണം, അങ്ങനെ വല്ല ഒരു പ്ലാൻ ഉണ്ടോ? എനിക്ക് നല്ല പ്ലാൻ ഉണ്ട്. പക്ഷെ ഞാൻ എന്റെ ബിസിനസ് ഇപ്പൊ ഇതേപോലെ നല്ലൊരു സ്ത്രീകള് പാലുവയിലോ തൊടുപുഴ അങ്ങനെ വേറെ വേറെ ഭാഗങ്ങളില് അവർക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ എന്റെ ഈ ഇത് തന്നെ ഫ്രാഞ്ചൈസ് പോലെ തുടങ്ങി ഏത് ലേഡീസിനും മുന്നോട്ട് വരാം. നേരിട്ട് ചെന്ന് നമ്മൾ എന്റെ രീതിയിൽ പറഞ്ഞു കൊടുക്കുകയും ചെയ്യാം. അവരത് നല്ല രീതിയിൽ. ഇതൊരു നല്ല കാര്യമായിട്ടോ. അതായത് പുതുതായിട്ട് വീട്ടിൽ തന്നെ ശരിയാക്കി ഇത് മുന്നോട്ട്. അത് വീട്ടമ്മമാർക്ക് എന്തെങ്കിലും ഇതുപോലെ ബിസിനസ് ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ നിമ്മീസ് ഫ്രാഞ്ചൈസി വേണം ചെയ്യാനും കൊടുക്കാനും, കൂടാതെ നേരിട്ട് പോയി അവരെ സഹായിച്ച് ഇതൊക്കെ ചെയ്ത് റെഡിയാക്കി കൊടുക്കാനും നിമ്മീസ് ഇത് മുഖേന ഇതിനെ സെയിൽ നടത്താനും തയ്യാറാണ്. അപ്പൊ ശരിക്കും ഒരുപാട് വീട്ടമ്മമാർക്ക് ആഗ്രഹമുണ്ട് വീട്ടിൽ ഇരുന്നിട്ട് എന്തെങ്കിലും ചെയ്യാൻ. വീട്ടമ്മമാരെ ഇപ്പൊ വെറുതെ പുറത്തു പോകാനില്ലാണ്ട് പിള്ളേരൊക്കെ ദൂരെ പഠിച്ച് വെറുതെ ഇരിക്കുന്ന വീട്ടമ്മമാരോട് എനിക്ക് പറയാനുള്ളത് ഇതാണ്. ഇങ്ങനെ കുറെ കാര്യങ്ങൾ എടുത്താൽ നമുക്ക് കുറെ സ്ഥലങ്ങൾ കാണാം. നല്ല നല്ല ശരിക്കും പറഞ്ഞ എറണാകുളത്തൊക്കെ ശരിക്കും പറഞ്ഞാൽ നല്ല ഫുഡിന്റെ ഫെസ്റ്റിവൽസ് കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. അവിടെ നമ്മൾ 5 പേര് പോയി നിന്ന് നല്ല രീതിയിൽ ഭക്ഷണം കൊടുത്താൽ അവിടെ ഏറ്റവും നല്ലതായിരിക്കും. അതില് നമുക്ക് ഇൻകം ഉണ്ടാക്കാം, ഗവൺമെന്റ് തലത്തിൽ ശരിക്കും വനിതാ സംരംഭകരെ സഹായിക്കുന്നതിന് വേണ്ടി ഒരുപാട് കുടുംബശ്രീനെ നമുക്ക് പറയാതിരിക്കാൻ പറ്റില്ല. ഞാൻ നിമ്മീസ് കിച്ചനെ ഇത്രയും പ്രൊമോട്ട് ചെയ്തത് കുടുംബശ്രീ തന്നെയാണ്, പറയാതിരിക്കാൻ പറ്റില്ല. അതിപ്പോ എവിടെ എന്ത് പ്രോഗ്രാം ഉണ്ടെങ്കിലും ഇപ്പൊ കഴിഞ്ഞ ദിവസം ഞാൻ കളമശ്ശേരിയിൽ ഉണ്ടായിന്ന് പറഞ്ഞില്ലേ, അവിടെ തന്നെ ഇവിടുന്ന് പൂപ്പൊടി ഇവിടുന്ന് എടുത്തതാണ്, സെലക്ട് ചെയ്തിട്ട് പോയതാണ്. അപ്പൊ ഈ കുടുംബശ്രീയുടെ ഒരുപാട് ഹെൽപ്പ് നിങ്ങൾക്ക് കിട്ടുന്നുണ്ടെന്ന് പറഞ്ഞു. കാരണം കുടുംബശ്രീ ഉള്ളതുകൊണ്ട് ശരിക്കും ഈ ബിസിനസ്സിനെ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുന്നുണ്ട്. കാരണം അവർ മുന്നിൽ ഒരുപാട് ക്ലാസ് കിട്ടുന്നുണ്ട്. എന്തൊക്കെ ബെനിഫിറ്റ്സാണ് കുടുംബശ്രീന്ന് ശരിക്കും ഒരു വനിതാ സംരംഭക എന്നുള്ള നിലയിൽ കിട്ടുന്നത്? കുടുംബശ്രീന്ന് നല്ല രീതിയിലാണ്. അതായത് ഒന്നാമത് ട്രെയിനിങ്, നമുക്ക് എന്തിനു വേണ്ട ട്രെയിനിങ് കിട്ടും. പിന്നെ അതിന്റെ പാക്ക് ചെയ്ത് എക്സ്പോർട്ട് ചെയ്യാനുള്ള പാക്കിങ്, അതിന്റെ എല്ലാം ട്രെയിനിങ് തരുന്നുണ്ട്. എന്റെ അച്ചാറ് ഇപ്പൊ ഡൽഹി അങ്ങനെയൊക്കെയുള്ള സ്ഥലത്തേക്ക് കൊല്ലത്തിൽ 2 പ്രാവശ്യം അവരുടെ മേള നടത്തിയിട്ട് അവർ വിടുന്നുണ്ട്. അപ്പൊ അങ്ങനെയുള്ള ട്രെയിനിങ്സ് ഒരുപാട്. പിന്നെ പൈസയുടെ കാര്യത്തിന് ഫൈനാൻഷ്യലി നമുക്ക് നല്ല സപ്പോർട്ട് ഉണ്ട്. അതായത് അവര് പറയണത് ബാങ്കിൽ പോയി ലോൺ എടുത്തിട്ട് നമ്മൾ അതിൽ വരുത്തരുതെന്നാണ്. അതല്ലാത്ത രീതിയിലുള്ള സപ്പോർട്ടാണ് കുടുംബശ്രീ തരുന്നത്. അപ്പൊ നമ്മളത് കൃത്യമായിട്ട് തിരിച്ചടവ് ഒരുപാട് ഐറ്റംസ് ചെയ്യുന്നതിനെ കുറിച്ച് കുടുംബശ്രീയുടെ അഭിപ്രായം എന്താ? കുറെ ഐറ്റംസ് ചെയ്താൽ ഒന്നില് ഡിമായ നമ്മൾ മറ്റേതിൽ മെച്ചപ്പെടും. അപ്പൊ അതിൽ ഞാൻ ഇങ്ങനെ പൊടികളും എല്ലാം ഉണ്ടാക്കുന്നുണ്ട്. എന്ന് വെച്ചാൽ ഒന്നിൽ പോയാലും നമുക്ക് മറ്റേത് പിടിച്ചു നിൽക്കാം. അപ്പൊ ആ രീതിയിലുള്ള ട്രെയിനിങ്സ് ആണ് തരുന്നത്. എപ്പോഴും ട്രെയിനിങ് ഉണ്ടാവും. നമുക്ക് മാസത്തിൽ 2 മീറ്റിംഗ് ഉണ്ടാവും. അതിലെല്ലാം നമുക്ക് വേണ്ടത് നമുക്ക് ബിസിനസ് ഇപ്പൊ കൊറോണ ഈ സമയ കാലയളവിൽ വെള്ളപ്പൊക്കമൊക്കെ വന്നപ്പോൾ നമ്മളുടെ ഫുഡിന് ഐറ്റങ്ങൾ സാധനങ്ങൾ ബാക്കി വന്നു. അപ്പൊ നമ്മുടെ നഷ്ടങ്ങൾ നികത്തി തന്നു. പിന്നെ അതേപോലെ നമുക്ക് ഈ എല്ലാ കാര്യങ്ങളും. പിന്നെ ഞങ്ങൾ ഒരു ഗ്രൂപ്പ് ഓഫ് ഒരു 10-16 പേരുള്ളതാണ് എന്റെ കുടുംബശ്രീ, ഐശ്വര്യ കുടുംബശ്രീ എന്ന് അതിന് പറയണേ. ആ കുടുംബശ്രീയിൽ ഞങ്ങൾ വർഷത്തില് ടൂർ പോവാറുണ്ട്. ഇപ്പൊ നാളെ ഞങ്ങൾ ഇവിടെ ന്യൂ ഇയറിന്റെ ഒരു ഫംഗ്ഷൻ വെച്ചേക്കാണ്. അപ്പൊ ആ എന്റർടൈൻമെന്റ് ഒക്കെ വളരെ നന്നായിട്ടുണ്ട്. ഒറ്റപ്പെട്ട് കുടുംബശ്രീ തന്നെ പറയുന്നുണ്ട്, ഒറ്റപ്പെട്ട സ്ത്രീകളുടെ അടുത്തേക്ക് പോവുക വരിക. കുടുംബശ്രീ കൊണ്ടുള്ള മെച്ചങ്ങൾ പറയാതിരിക്കാൻ പറ്റില്ല. ശരിക്കും പറഞ്ഞാൽ ഞാൻ പറഞ്ഞില്ലേ, കഴിഞ്ഞ 1 മാസം മുമ്പ് എനിക്ക് ഇവിടെ ഒരു കള്ളൻ കയറിയിട്ട് ശരിക്കും പറഞ്ഞാൽ അതിൽ നിന്നുള്ള എനിക്ക് കൗൺസിലിംഗ് കിട്ടിയത് പോലും
കുടുംബശ്രീയാണ്. കുടുംബശ്രീയിൽ അതിന് പോലും സ്നേഹിത കോളിംഗ് ബെൽ എന്നൊരു ഇതുണ്ട്. കുടുംബശ്രീ തരുന്ന സപ്പോർട്ട് സ്ത്രീകൾക്ക്, എല്ലാ സ്ത്രീകളും ഇതിൽ ചേരണം. അതായത് ഇപ്പം പഠിപ്പുള്ള നമ്മുടെ മക്കളെയും കൂടി ചേർക്കാന്ന് പറയണേ. അവർക്ക് ജോലി വേക്കൻസി ഉണ്ടെങ്കിൽ അത് കൂടുതൽ കിട്ടുകയാണ്. പിന്നെ അതുപോലെ ഇപ്പോൾ പുതിയൊരു ട്രെൻഡ് കാണുന്നത് ഈ പല വീടുകളിലും മക്കളുടെ എണ്ണം കുറവായതുകൊണ്ടും മക്കളൊക്കെ അപ്പം ഇവിടെ അങ്ങനെ ഒരു ചർച്ച നടന്നു കേട്ടു. അതായത് ഒരു 10-15 വീടുകൾ അടുപ്പിച്ചുള്ള വീടുകളിൽ പാരൻസ് അല്ലെങ്കിൽ മാതാപിതാക്കൾ ഒറ്റക്കൊള്ളുമെങ്കിൽ അവർക്കൊരു കോമൺ കിച്ചൺ ഫെസിലിറ്റി എന്നുള്ള നിലയിൽ അറേഞ്ച് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ അവരെ സംബന്ധിച്ച് വളരെ നല്ലതാണ്. അപ്പൊ അങ്ങനെ ഒരു ആലോചന ഉണ്ടായിരുന്നു. എല്ലാരും ഇങ്ങനെ ഞാനും ഇതുപോലെ പനി വന്ന് കിടക്കുക, ബുദ്ധിമുട്ടുക. അപ്പൊ അവര് നമ്മൾ ഒരു ദിവസം അവർക്ക് കൊണ്ടേ കൊടുത്താൽ അവർക്ക് അതൊരു മടിയായി. ആ സമയത്ത് അവര് നമുക്ക് പേ ചെയ്തിട്ടാണ് അത് ചെയ്യണമെങ്കിൽ അവർക്ക് ധൈര്യമായിട്ട് ഓർഡർ ചെയ്യാലോ രാവിലെ. അപ്പൊ ഇന്നത് വേണം, അല്ലെങ്കിൽ എരിവ് കുറഞ്ഞാൽ ഇന്ന ഭക്ഷണം വേണം. ഇപ്പൊ പാരന്റ്സ് ചിലപ്പോൾ എരിവ് കൂട്ടൂല, അപ്പൊ ഇന്നത് വേണമെന്ന് ഒരു മെനു തരും. അങ്ങനെ അവർക്ക് ഇവിടെ വണ്ടിയിൽ കൊടുത്തു വിടും. അപ്പൊ അവർക്കതൊരു ഉപകാരമാണ്. അമ്മയച്ഛനവിടെ ഉണ്ട്, ഇന്ന സാധനം അവിടെ എത്തിക്കി. അല്ലെങ്കിൽ അങ്ങനെ കുറച്ച് അത് വീട്ടമ്മമാർക്ക് ഒരു നല്ല ഇതാ. സാധാരണ ഒരു കിച്ചണില് 10 പേരുടെ ഒരു ഫുഡിന്റെ കാര്യം കിട്ടിക്കഴിഞ്ഞാൽ അതിലും വലിയ ഇതെന്താ, നമ്മൾക്ക് ഉണ്ടാക്കണതിന്റെ കൂടെ നമ്മൾ കുറച്ച് പേർക്ക് ഉണ്ടാക്കിയ ഒരു ബിസിനസ്സാണ്. അപ്പൊ വനിതകളെ സംബന്ധിച്ച് ഒരു സംരംഭം എന്നത് ഈ വനിതകൾക്ക് വെറുതെ കിച്ചണിൽ കയറുമ്പോൾ മടി ഉണ്ടാവുള്ളൂ. ഒരു വരുമാനമായിട്ട് വരുമ്പോ വനിതകൾക്ക് അത് മടി ഉണ്ടാവില്ല. 10 പേർക്ക് ഉണ്ടാക്കി കഴിയുമ്പോൾ അവർക്ക് ഐശ്വര്യല്ലേ. അപ്പൊ ഇവർക്ക് ശരിക്കും പറഞ്ഞാൽ ഇവർക്ക് പ്രധാനമായിട്ട് മുന്നോട്ട് പോയി കഴിഞ്ഞാല് നമുക്ക് വരുമാനം മാത്രമല്ല, നമുക്ക് സോഷ്യൽ ആക്ടിവിറ്റീസിൽ അല്ലെങ്കിൽ എന്റർടൈൻമെന്റില് ഒരു നമ്മുടെ ലൈഫിനെ ശരിക്കും സ്ട്രെസ് റിലീസ് ആക്കാൻ വേണ്ടിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഇൻവോൾവ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് എനിക്കിപ്പോ മനസ്സിലായത്. ഇപ്പൊ ഞങ്ങള് ടൂറൊക്കെ അറേഞ്ച് ചെയ്ത് ടൂർ പോകുമ്പോൾ വനിതകൾ പുറത്തേക്ക് ഇറങ്ങുമ്പോഴാണ് ശരിക്കും ചിരിച്ച് കളിച്ച് ബസ് വൈകുന്നേരം ആകുമ്പോഴത്തേനും ഉത്സവം കഴിഞ്ഞാൽ തിരിച്ചു വരുന്ന പോലെ വരണേ. ആ ഒരു എന്റർടൈൻമെന്റ് ഒക്കെ ഇതില് ഉണ്ടായാലുണ്ട്. പിന്നെ ഒരു വീട്ടമ്മയ്ക്ക് കുടുംബശ്രീയിലെ പെട്ടതാണെങ്കിൽ അവർക്ക് മൂലധനത്തിന് വേറെ അന്വേഷിക്കേണ്ട ആവശ്യമില്ല. ഇതിൽ തന്നെ വലിയ ഇൻട്രസ്റ്റ് കാര്യങ്ങൾ ഇതിലേക്ക് വരാം, സപ്പോർട്ട് ചെയ്യും. അതിൽ ശരിക്കും പറഞ്ഞാൽ ഇപ്പൊ ഏകദേശം എനിക്ക് തോന്നുന്നു ചെറിയ രീതിയിൽ ചെയ്താൽ പോലും ഒരു പെർ ഡേ എല്ലാം കഴിച്ചു 5000 മുതൽ 10000 വരെയൊക്കെ വരുമാനം ഉണ്ടാക്കാൻ സാധിക്കും വീട്ടിലിരുന്നുകൊണ്ട് തന്നെ. അതും ഒരു നല്ലൊരു അറ്റ്മോസ്ഫിയർ. കാരണം മറ്റുള്ളവർക്കോട്ട് ജോലി കൊടുക്കാൻ കൂടി സാധിക്കുന്നു എന്നുള്ള ഒരു സാറ്റിസ്ഫാക്ഷൻ കൂടി ഉണ്ടല്ലോ. നല്ല ഫുഡ് കൊടുത്ത് ജോലി കൊടുക്കാൻ സാധിക്കുന്നു എന്നുള്ള ഒരു സാറ്റിസ്ഫാക്ഷൻ കൂടി ഉണ്ടല്ലോ. നമുക്കൊരു ഇൻകം വരുമ്പോൾ നമുക്ക് ഇഷ്ടപ്പെട്ടവർക്ക് ഒരു ഗിഫ്റ്റ് കൊടുക്കാനും കാര്യങ്ങൾ കൊടുക്കാനും ഒന്നും ആരോട് ചോദിക്കണ്ടല്ലോ. നമുക്ക് നമ്മുടെ കയ്യിൽ ഒരു ചെറിയ വരുമാനമല്ലേ. ഇപ്പൊ റംസാൻ വന്നു, നമ്മുടെ സീസണിൽ നിങ്ങൾ ഇവിടെ വരികയാണെങ്കിൽ കാണാം. നിങ്ങൾക്ക് ഇഷ്ടം പോലെ ഫുഡുകളുടെ എല്ലാ ഐറ്റം. ഏതായാലും ഈ കൊല്ലം എന്ത് പുതിയത് ഇറക്കണ്ടേന്നാ ഞാൻ ആലോചിച്ചോണ്ടിരിക്കുന്നത്. ഒരു പുതിയ ഐറ്റം ഇറക്കണമല്ലോ. ശരിക്കും ഏതെങ്കിലും വീട്ടമ്മമാര് ഇത് തുടങ്ങാനായിട്ട് ആഗ്രഹിക്കുന്നത് തീർച്ചയായിട്ടും നല്ലത് തന്നെയല്ലേ? ഭയങ്കര നല്ലതാ. ഈ വെറുതെ ഇരിക്കുമ്പോഴാണ് നമുക്ക് ആവശ്യമില്ലാത്ത സ്ട്രെസ്സും കാര്യങ്ങളും ഒക്കെ. ഇത് അതിനൊക്കെ പൈസയെക്കാട്ടി കൂടുതൽ വരുന്നത് കുറെ നമുക്ക് സ്ട്രെസ് കാര്യങ്ങൾ. നമ്മുടെ സന്തോഷം നമ്മൾ കണ്ടെത്തണം. കുറച്ച് കാര്യങ്ങൾ ഇതൊക്കെ ഉണ്ടാക്കി ജോലി എല്ലാരും കൂടി സന്തോഷമായിട്ടിരുന്ന് ഭയങ്കര എന്റർടൈൻമെന്റ് ഉള്ള പ്രായം എന്തൊരു വിഷയമല്ല. എന്തോരം നല്ല നല്ല കൈപ്പുണ്യായിട്ട് നിൽക്കും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കുന്ന എന്തോരം നല്ല കാര്യങ്ങളുണ്ടെന്നറിയാമോ. കുറച്ചുകൂടി പ്രായം നോക്കി കഴിഞ്ഞാൽ ആദ്യം മറ്റൊരാൾ ഉണ്ടാക്കുന്നത് അതിന് ടേസ്റ്റ് ആയിരിക്കും. മാറി മാറി ഉണ്ടാക്കുകയാണെങ്കിൽ നല്ല രീതിയിൽ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് വളരെ കുറഞ്ഞ മുതൽ മുടക്കിൽ വീട്ടിലിരുന്നു കൊണ്ട് വീട്ടമ്മമാർക്ക് ഒരു വനിതാ ഒരു സംരംഭമായിട്ട് അത് മറ്റുള്ളവർക്ക് മറ്റു വനിതകൾക്കും ജോലി കൊടുക്കാൻ പാകത്തിന് ചെയ്യാൻ പറ്റിയ വളരെ നല്ല ബിസിനസ്സാണ്. ഈ ബിസിനസ് ആരെങ്കിലും ഈസി എക്സ്പോർട്സിലൂടെ ഞങ്ങളെ സമീപിച്ചു കഴിഞ്ഞാൽ അവർക്ക് ഇത് ചെയ്യാനുള്ള എല്ലാ സഹായങ്ങളും ശ്രീമതി സോഫിയ ഹമീദ് മുഖേന നമ്മൾ ചെയ്തു കൊടുക്കുന്നതാണ്. സൈറ്റിൽ വരണമെങ്കിൽ സൈറ്റിൽ വന്ന് റെസിപ്പി സഹിതം സെറ്റ് ചെയ്ത് അവരെ സഹായിക്കാൻ യാതൊരു മടിയില്ല ശ്രീ സോഫിയ ഹമീദിന്. ഞങ്ങളും അതിന് തയ്യാറാണ്. അതുകൊണ്ട് തുടക്കത്തിൽ ഉണ്ടാകുന്ന ചെറിയ ചെറിയ പ്രശ്നങ്ങളെ നമുക്ക് തരണം ചെയ്യാൻ പറ്റിയ ഇതുപോലെ ബിസിനസ്സിൽ നല്ല രീതിയിൽ മുന്നോട്ട് പോകാനും ശ്രീ സോഫിയ ഹമീദ് പറഞ്ഞതനുസരിച്ച് ഇതിനെ വലുതാക്കി. കാരണം ഈ സ്നാക്സും ഇങ്ങനെയുള്ള ഫുഡ് ഐറ്റംസും വിദേശ രാജ്യങ്ങളിലൊക്കെ ഒരുപാട് കയറി പോകുന്നുണ്ട്. അപ്പം നല്ലൊരു പ്ലാന്റ്, കുറച്ചുകൂടെ നല്ല പ്ലാന്റ് സെറ്റ് ചെയ്ത് തീർച്ചയായിട്ടും അവിടുത്തെ എക്സ്പോർട്ട് വരെ ചെയ്യാൻ സാധിക്കുന്ന രീതിയിലേക്ക് ഈ ബിസിനസ് വളർത്തിക്കൊണ്ടുവരാം എന്ന് തന്നെയാണ് ശ്രീ സോഫിയ ഹമീദ് പറയുന്നത്. എന്തായാലും ഇവിടുത്തെ വീട്ടമ്മമാർക്ക് ഒരു റോൾ മോഡൽ തന്നെയാണ് ശ്രീമതി സോഫിയ ഹമീദ്. അതുകൊണ്ട് ഞങ്ങൾക്ക് ഇവിടെ വന്ന് നിങ്ങളെ കാണുവാനും നിങ്ങളിലൂടെ
മറ്റു ഈ ബിസിനസ് രംഗത്തേക്ക് വരാനായിട്ട് താല്പര്യമുള്ള വീട്ടമ്മമാരെയും വനിതകളെയൊക്കെ പ്രോത്സാഹിപ്പിക്കാൻ കഴിയുന്നതിൽ ഞങ്ങളും സന്തോഷവാനാണ്. ഈ 2023 എന്ന വർഷം കഴിഞ്ഞു പോകുന്നു. ഇനി 1-2 ദിവസം കൂടിയേ ബാക്കിയുള്ളൂ. നമ്മൾ എടുത്ത ചില തീരുമാനങ്ങൾ നടത്തിയിട്ടുണ്ടാവും, ചിലത് നടക്കാതെ പോയിട്ടുണ്ടാവും. ഇതൊന്നും പ്രശ്നമല്ല. ഇനി വരാൻ പോകുന്ന 2024 വർഷം പുതിയ തീരുമാനങ്ങൾ എടുത്ത് നമ്മുടെ എല്ലാ കാര്യങ്ങളും വിജയിക്കുവാനും, പ്രത്യേകിച്ച് VC എക്സ്പോർട്സ് എന്ന നിലയിൽ ബിസിനസ് രംഗത്തേക്ക് പുതുതായി വരുന്നവർക്കും അത് നടത്തിക്കൊണ്ട് പോകുന്നവർക്കൊക്കെ നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്യാൻ തന്നെയാണ് ഞങ്ങൾ തീരുമാനിച്ചിരിക്കുന്നത്. എല്ലാവർക്കും പുതുവത്സര ആശംസകൾ നേർന്നുകൊണ്ട് മറ്റൊരു വീഡിയോയുമായി ഞങ്ങൾ ഇനിയും വരാം. താങ്ക് യു.